ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും വാതിലുകളിലും സ്വർണം പൂശുന്നതിനായി പുറത്തു കൊണ്ടുപോകരുതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള തിരുവാഭരണം കമ്മീഷണർ ഓഫീസിലെ സൂപ്രണ്ട് നൽകിയ ഔദ്യോഗിക മുന്നറിയിപ്പ് കത്ത് ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ബോധപൂർവം അവഗണിച്ചതായി SITയുടെ പുതിയ കണ്ടെത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണത്തിനിടെയാണ് SIT പ്രശാന്തിനെതിരെ ഗുരുതരമായ കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയത്. കഴിഞ്ഞയാഴ്ചയാണ് കേസുമായി ബന്ധപ്പെട്ട് PS പ്രശാന്തിനെയും മുൻ ബോർഡ് അംഗം അജിത് കുമാറിനെയും SIT അറസ്റ്റ് ചെയ്തത്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനായി SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ദ്വാരപാലക പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് സുരക്ഷാ വീഴ്ചയ്ക്കും നിയമലംഘനത്തിനും ഇടയാക്കുമെന്നും അതിനാൽ സ്വർണം പൂശാനുള്ള പ്രവൃത്തികൾ പുറത്തുവെച്ച് നടത്തരുതെന്നും വ്യക്തമാക്കി സൂപ്രണ്ട് നൽകിയ കത്ത് പ്രശാന്തും സംഘവും ബോധപൂർവം തള്ളിക്കളയുകയായിരുന്നു. 2019 ശബരിമലയിൽ നടന്ന സ്വർണ്ണാപഹരണം മറച്ചുവെക്കുവാനും തെളിവുകൾ നശിപ്പിക്കാനുമാണ് 2025 ബോർഡ് വീണ്ടും ഉത്തരവിറക്കി ദ്വാരപാലക പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് മാറ്റിയതെന്നാണ് SITയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ചെന്നൈയിലെത്തിച്ച 12 പാളികളിൽ 4 എണ്ണത്തിൽ നിന്ന് വീണ്ടും സ്വർണം വേർതിരിച്ചെടുത്തിട്ടുണ്ടെന്നും ഇതിൽ വൻ സാമ്പത്തിക തട്ടിപ്പും ഗൂഢാലോചനയും നടന്നിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുകയും ക്ഷേത്രസ്വത്ത് അപഹരിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്ത കേസിൽ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് SITയുടെ തീരുമാനം. 2025 പാളി കൈമാറ്റത്തിൽ കൂടുതൽ പുതിയ വിവരങ്ങൾ ലഭിച്ച സാഹചര്യത്തിൽ വിശദമായ കുറ്റപത്രം സമർപ്പിക്കാൻ സാവകാശം വേണമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടുന്നതോടെ കേസിൽ കൂടുതൽ നിർണായക അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന.